ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി എന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് പാർട്ടാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയതെങ്ങനെ? ഉദ്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയുടെ ആവരണം പെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അപ്പോൾ ഭൂമിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ആദ്യം ഉദ്ഭവ സമയത്ത് ഇതുണ്ടായ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു നമ്മുടെ ഭൂമി. പിന്നെന്താണ്? ധാരാളം വർഷങ്ങൾക്ക് ശേഷം ഭൂമിയൊക്കെ തണുത്ത് ഭൂമിയുടെ ഉള്ളിലേക്ക് ഭൂമി സാവധാനം തണുത്തു. എങ്ങനെയാണ്? കോടാനുകോടി മഴകളൊക്കെ പെയ്ത് ഭൂമി തണുത്തു. ആ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളൊക്കെ വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. കാരണം ഭൂമിക്ക് ഉള്ളിലുണ്ടായിരുന്ന വായു പുറത്തേക്ക് വരാൻ തുടങ്ങി. ഭൂമിയുടെ ചുറ്റും വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയുടെ ഈ ആവരണം പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയും. ഭൂമിക്ക് ചുറ്റുമുള്ള ആ ഒരു ആവരണത്തെയാണ് വാതകപ്പുതപ്പിനെ പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അതായത് സസ്യങ്ങളൊക്കെ ഉണ്ടാവുകയും പ്രകാശ സംശ്ലേഷണം നടക്കുകയും ചെയ്തതോടുകൂടി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി മാറുകയും ചെയ്തു. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് എന്തൊക്കെ വാതകങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതൊക്കെ വാതകങ്ങളാണ് ഭൂമിക്ക് ചുറ്റുമുള്ള വാതകങ്ങൾ. ഇതല്ലാണ്ട് മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടുമാണ് വായു അല്ലേ. ഭൂമിക്ക് ആദ്യം ചുട്ടുപഴുത്തൊരവസ്ഥയിലായിരുന്നു നമ്മുടെ ഭൂമി. പിന്നീട് മഴകളൊക്കെ പെയ്ത് ഭൂമി തണുക്കുകയുണ്ടായി. ഭൂമി തണുത്തപ്പോൾ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വായുവൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ പുറമേയുള്ള പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓക്സിജനും ഭൂമിക്ക് ചുറ്റുമുണ്ടാവാൻ തുടങ്ങി. പിന്നെ അന്തരീക്ഷത്തിലെ വാതകങ്ങളായിട്ടുള്ള നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ നമ്മുടെ ഭൂമിയുടെ വാതകങ്ങളാണ്. പിന്നെ അതുകൂടാതെ മറ്റ് വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും ഉണ്ടാവാനായിട്ട് തുടങ്ങി. നമുക്ക് ബാക്കി നോക്കാം. ഇനി അന്തരീക്ഷ സംരചന. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടും. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. നമ്മൾ ഉയരം കൂടുന്തോറും ഒരു പരസ്യമൊക്കെ കേൾക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെയാണ്? ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരങ്ങളിലേക്ക് എത്തും തോറും വായുവിൻ്റെ ഒക്കെ വാതകങ്ങളുടെ ഒക്കെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. മനുഷ്യനും മറ്റും ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ അളവ് കുറയുന്നു. മനുഷ്യനും അതുപോലെ തന്നെ ജീവജാലങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഓക്സിജൻ്റെയും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഫലമായിട്ടാണ്. ഇനി അടുത്തതാണ് അന്തരീക്ഷ വാതകങ്ങൾ. ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. അപ്പോൾ ഇത്രയും വാതകങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഓരോന്നിൻ്റെ ശതമാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 78% നൈട്രജനാണ് നമ്മുടെ വായുവിലുള്ളത്. 21% നമ്മുടെ ഓക്സിജൻ. പിന്നെയോ 1% ബാക്കിയുള്ള വാതകങ്ങളായിട്ടുള്ളത്.
അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, പിന്നെ ഉള്ളത് ഓക്സിജനും. ചിത്രം നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചന എത്ര ശതമാനം? അതായത് 78ഉം 21ഉം കൂടി കൂട്ടുക. 78 ആകുമ്പോൾ 88, 98, 99% നമ്മുടെ ഓക്സിജനും നൈട്രജനും കൂടിയിട്ടുള്ളത്. ബാക്കിയുള്ള 1% ബാക്കിയുള്ള വാതകങ്ങളുള്ളത്. ഇനി ബാഷ്പീകരണം എന്താണെന്ന് നോക്കാം. സൂര്യാതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ നമ്മുടെ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഭൗമോപരിതലത്തിൽ നിന്ന് ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണങ്ങൾ എന്ന് പറയുന്നു. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് നോക്കാം. കാറ്റിലൂടെ, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, പിന്നെ അഗ്നിപർവ്വതങ്ങളുടെ പുറമേ നിന്ന് വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്. പൊടിപടലങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? കാറ്റിൽ. നമ്മുടെ ഭൂമിയിലുള്ള പൊടിപടലങ്ങളൊക്കെ കാറ്റിലൂടെ ഉയർന്നു പൊന്തും. അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങളുടെ പുറത്തുനിന്ന് വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് പൊടിപടലങ്ങൾ. ഇനി അടുത്ത് നോക്കി, അന്തരീക്ഷ വായു, അന്തരീക്ഷത്തിലെ ജലാംശം, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ. അപ്പോൾ വായുവിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജലാംശം, അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ കാര്യങ്ങളും പൊടിപടലങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഫുൾ നോട്ട് വേണമെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് ഇട്ട് തരാം. അപ്പോൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷത്തിനുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അന്തരീക്ഷം മലിനമാക്കിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷം മലിനമാകുന്നത്? നമ്മൾ ഫാക്ടറികളിൽ നിന്നുള്ള പുക, വാഹനങ്ങളിൽ നിന്നുള്ള പുക, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിന് എന്ത് ചെയ്യും? മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം മലിനമാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും അതുപോലെ തന്നെ വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്ന അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷം മലിനമാകുന്നത് എന്താണ്? ഏത് പേരിൽ അറിയപ്പെടുന്ന? അന്തരീക്ഷ മലിനീകരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഒരു പിക്ചർ. ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത്? പ്ലാസ്റ്റിക്കൊക്കെ എന്തായും കത്തിച്ച് പുകയൊക്കെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ നിരന്തരമായി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ അതിൻ്റെ പുക, പിന്നെയോ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന പുക, അതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിന് മലിനീകരണമാണ്. അതുപോലെ തന്നെ ഇവിടെ ആഘോഷങ്ങൾക്കെല്ലാം എന്താണ്? പടക്കവും അതുപോലെ ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക, ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിന് എന്താണ്? ദോഷമാണ്. വ്യവസായ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ തോത് കൂടുതലാകാൻ കാരണമെന്ത്? സിറ്റികളിൽ പോലുള്ള സ്ഥലത്തെന്ന് വെച്ചാൽ ആളുകൾ കൂടും. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടായാലും ആളുകളൊക്കെ ആ സിറ്റിയിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സിറ്റിയിൽ കൂടുതൽ ആൾ താമസം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വാഹനങ്ങളുടെ ഉപയോഗവും കൂടും. അതുപോലെ തന്നെ ഫാക്ടറികളിലൊക്കെ സിറ്റികളിലായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക. അപ്പോൾ അതും എന്താണ്? ഒരു അന്തരീക്ഷം മലിനമാകാനുള്ളൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്തതാണ് അമ്ലമഴ. കൽക്കരി, പെട്രോളിയം, ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്കെത്തുന്ന മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. അതായത് അമ്ലമഴ എന്ന് പറയുന്നത് കൽക്കരിയും പെട്രോളിയം, ഇന്ധനം, ഡീസൽ ഇതൊക്കെ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടാകുന്നു. അതൊക്കെ എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിൽ എത്തുന്നു. അപ്പോൾ മഴവെള്ളത്തോടൊപ്പം എന്താണ്? കലർന്ന് വെള്ളത്തിന് എന്ത് ചെയ്യും? ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലെത്തുന്ന മഴവെള്ളത്തിന് എന്താണ്? pH മൂല്യം 5 മാറുന്നു. നമ്മുടെ pH മൂല്യം 7 ആണ് വേണ്ടത്. ഇനി അടുത്തത് പുകമഞ്ഞ്. പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ്. അതായത് വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ
പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയും. അവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷേ ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പുകയും മഞ്ഞൊക്കെ ചേർന്നിട്ടാണ് പുകമഞ്ഞ് ഉണ്ടാകുന്നത്. ഈ പുക എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വ്യവസായശാലകളിൽ നിന്നും, വാഹനങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ വിളകളുടെ അവശിഷ്ടങ്ങളൊക്കെ കത്തിക്കൽ, ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടാകുന്ന പുകയും പൊടിയൊക്കെ അന്തരീക്ഷത്തിൽ നിറയും. അത് മഞ്ഞുമായിട്ട് കലർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. പലതുണ്ട് പരിഹാരങ്ങൾ. എന്തൊക്കെയാണ്? നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം സൈക്കിളൊക്കെ ഉപയോഗിക്കുക, ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക നമ്മുടെ അന്തരീക്ഷത്തിന്. പിന്നെന്ത് ചെയ്യണം? എല്ലാവരും കൂടെ പല പല വണ്ടികളിൽ പോവാതെ പൊതുവായിട്ട് പോകുന്ന വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുക. ഇതൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ വൈദ്യുതിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം സോളാർ പാനലൊക്കെ ഉപയോഗിച്ച് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി അടുത്തതാണ് അന്തരീക്ഷ ഘടന. നമ്മൾ അന്തരീക്ഷത്തിൻ്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ടോപ്പോസ്ഫിയർ. ഇതൊക്കെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതാണ് അന്തരീക്ഷ പാളികൾ. ട്രോപ്പോസ്ഫിയർ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളിൽ പോയിൻറ്റ്സ് ആയിട്ട് എടുത്ത് എഴുതാം. ഇനി ട്രോപ്പോസ്ഫിയർ എന്താണ്? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്റർ, ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പഠിക്കാനുള്ളത്. പിന്നെയോ പൊടിപടലങ്ങളും അതുപോലെ തന്നെ ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ വരുന്നത്. ഇനി അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. ഇവ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാം. അടുത്തത് നമ്മുടെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങളാണ്. കൃഷിനാശം, സസ്യവളർച്ച, മുരടിക്കൽ, പിന്നെയോ അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ, ആഹാര ശൃംഖലയുടെ തകർച്ച. ഇതൊക്കെയാണ് നമ്മുടെ അൾട്രാ വയലറ്റ് കിരണങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ. ഇനി അടുത്തത് നോക്കാം. ഓസോൺ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങൾ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. മിസോസ്ഫിയർ. എന്താണ് മിസോസ്ഫിയർ? സ്ട്രാറ്റോസ്ഫിയറിനു മുകളിൽ ഏകദേശം 9 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്നു പ്രതിഭാസമാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലാണ് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കവയും കത്തി ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ബോക്സ് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം.